നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോകസുന്ദരി പട്ടം ചൂടി ഒബാൽ സുഷാദ. ഹൈദരാബാദിലെ ഹൈടെക്സ് എക്സിബിഷൻ സെന്ററിൽ നടന്ന 72ാമത് മിസ് വേൾഡ് കിരീട മത്സരത്തിൽ എത്യോപ്യയുടെ എലീസ റാൻമാൻഡോ, മാർട്ടിൻ ക്യൂവിൻ്റെ ഒറേലി ജോഷ്യം, പോളണ്ടിൻ്റെ മാജ ക്ലാജ്ര എന്നിവരെ പിന്തള്ളിയാണ് ഒബാൽ സുജാത ഒന്നാമതെത്തിയത്. എത്യോപ്യയുടെ ഹൈസെറ്റ് ദൊറേജിയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. പോളണ്ടിൻ്റെ മയ ക്ലേഡ മൂന്നാം സ്ഥാനത്തെത്തി. ഇന്ത്യയിൽ നിന്നുള്ള മത്സരാർത്ഥി നന്ദിനി ഗുപ്തയ്ക്ക് അവസാന 8-ൽ എത്താനായില്ല. ഹൈദരാബാദിൽ വെച്ചായിരുന്നു മിസ് വേൾഡ് മത്സരം. ബ്രസീൽ, മാർട്ടിനിക്, എത്യോപ്യ, നമീബിയ, പോളണ്ട്, യുക്രൈൻ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവസാന 8-ലെത്തിയത്. മെയ് 7-ന് തുടക്കമിട്ട മത്സരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുത്ത 108 പേരിൽ നിന്നാണ് യോഗ്യത നേടിയ 40 പേർ അവസാന ഘട്ടത്തിലേക്ക് മാറ്റുരച്ചത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസ് രാജ്യവ്യാപക റെയ്ഡുമായി NIA. 8 സംസ്ഥാനങ്ങളിലെ 15ഇടങ്ങളിലാണ് റെയ്ഡ്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഹരിയാന, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, അസം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡോക്യുമെന്റുകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് യൂട്യൂബ് ബ്ലോഗർ, CRPF ഉദ്യോഗസ്ഥൻ തുടങ്ങി നിരവധി പേരെയാണ് പോലീസ് ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികളും പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് NIA രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത്. വെരുകിനെയും കാട്ടുപന്നിയെയും ഷോക്കടിപ്പിച്ച് കൊന്ന് ഇറച്ചിയാക്കി 3 പേർ പിടിയിൽ. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. വയനാട് ഇരുളം സ്വദേശികളായ ബിജു PS, ധനിൽ, സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. ബിജു PS അങ്ങാടിശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. വെരുകിനെയും കാട്ടുപന്നിയെയും ഷോക്കേൽപ്പിച്ച് കൊന്ന ശേഷം ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 പിടിയിലായത്. ഇവരിൽ നിന്ന് വിൽക്കാൻ വെച്ചിരുന്ന ഇറച്ചി കണ്ടെത്തി. കുഴിയിൽ വീണ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വടകര അഴിയൂരിൽ ദേശീയപാതയിൽ ഓട്ടോ കുഴിയിൽ വീണുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. മാഹി ചാലക്കര സ്വദേശി റഫീഖാണ് മരിച്ചത്. മഴയിൽ തകർന്ന റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ മറിയുകയായിരുന്നു. റഫീഖിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. MDMAയുമായി പാലക്കാട് യുവാവും യുവതിയും പിടിയിൽ. സംസ്ഥാനത്ത് വീണ്ടും വൻ ലഹരിമരുന്ന് വേട്ട. പാലക്കാട് കോങ്ങാട് 1.5 കിലോയോളം MDMAയുമായി യുവതിയും യുവാവും പിടിയിൽ. മങ്കര സ്വദേശികളായ KH സുനിൽ, KS ഹരിത എന്നിവരാണ് പിടിയിലായത്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാടും തൃശ്ശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച MDMAയാണ് ഇവരിൽ നിന്നും പിടികൂടിയതെന്നാണ് വിവരം.